ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എവിടെയോ ഒന്നും പോയിട്ടില്ല. തണുപ്പല്ലേ, തണുപ്പത്ത് പോകാൻ മടിയാവും. കുറേ ഡ്രസ്സ് വാരി വലിച്ചിട്ട് നമുക്കൊന്ന് മര്യാദയ്ക്ക് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് പുറത്തോട്ട് പോകാൻ ഭയങ്കര മടിയാണ്. ഞങ്ങൾ നേരത്തെ നിന്നിടത്ത് മഞ്ഞ് പെയ്യുള്ളായിരുന്നു, ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്യായിരുന്നു. ഇവിടെ മഞ്ഞ് പെയ്തിട്ട് ആ മഞ്ഞ് ഐസായിട്ട് കിടക്കും. അപ്പം നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ, ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ നന്നായിട്ട് തെന്നിപ്പോകും. അതുകൊണ്ട് ക്ലീൻ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഐസായിട്ട് കിടക്കുമ്പം മഞ്ഞാകുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഐസാകുമ്പോൾ കുറച്ചുകൂടെ അധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ അവിടെ ഒരു ഫ്ലാറ്റ് പോലെ നിന്നത് കാരണം ഫുൾ ആ ഫ്ലാറ്റ് ഭാഗം ക്ലീൻ ചെയ്യാൻ അതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വരുമായിരുന്നു. വീടായിട്ട് ഇപ്പോൾ വാടകയ്ക്ക് കിട്ടിയത് കാരണം ക്ലീൻ ചെയ്യൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. വീടായിട്ട് നമ്മൾ നോക്കിയതല്ല, അങ്ങനെ കിട്ടാനും ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലാറ്റ് തന്നെയായിരുന്നു നോക്കിയത്, കിട്ടാനുണ്ടായില്ല. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് സാരി കൊടുത്ത ഒരാളെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത്. ആ അമ്മാമ്മ എവിടെയൊക്കെ പോകാൻ തോന്നുന്നു. ഇവിടെ കുറേ പഴയ വീടുകൾ കേട്ടോ. എല്ലാം എൻ്റെ അമ്മോ എന്ത് വലിപ്പമുള്ള വീടുകളാ! എത്ര പേരാണാവോ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്നത് എനിക്കറിയില്ല. എല്ലാം വലിയ വീടുകൾ. നല്ല രസമുണ്ട് കാണാൻ. എന്തോരം വലിയ ഒരു ഏരിയ തന്നെ, വലിയ വീടുകൾ തന്നെ കേട്ടോ. ഒരു ഏരിയ തന്നെ. ഞങ്ങളുടെ ഭാഗത്ത് എത്ര വലിയ വീടുകളില്ല, ചെറിയ വീടുകളാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഈ സത്യം പറഞ്ഞാൽ ഈ മഞ്ഞത്ത് എവിടെയെങ്കിലും പോക്ക് ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര ബുദ്ധിമുട്ടായി. കുറേ ഡ്രസ്സ് ഇട്ട് വാരി വലിച്ച് ഇരിക്കാനും പറ്റത്തില്ല. നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്നുള്ള, ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയപ്പോൾ എന്നാൽ അവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതാട്ടോ. ഇച്ചിരി ഉള്ളിലോട്ട് മാറി, ഇച്ചിരി ഉള്ളേരിയ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ നിന്ന പോലെ തന്നെ കുറച്ചങ്ങ് മാറി. ഞങ്ങളിപ്പം നിൽക്കുന്ന കുറച്ച് ടൗണിലാണ്. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്ന ഈ സ്ഥലം കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. കുറച്ച് സ്ഥലങ്ങളായിട്ട് കുറച്ച് ഏരിയുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ഉള്ളേരികളിലുള്ള വീടുകളിൽ കൂടെ ഈ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ഉള്ളതായിരിക്കണം. കുതിര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ എന്തോ ഒരു പക്ഷികൾ വന്നിരിക്കുന്ന എന്തോ ഒരു സ്പോട്ടുണ്ട്, അത് കാണാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷെ അത് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. കാറ് കയറ്റാൻ, ശരിക്കും കാറ് കയറ്റാം. ഇപ്പോൾ അവിടെ കാറ് കെട്ടാൻ പറ്റാത്ത ഇതിൽ ക്ലോസ്ഡ് ആയിരിക്കാൻ നടന്നു പോകായിരുന്നു. ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കുമ്പോഴത്തേനും കോഴിക്കോടിന് ഇരുന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ പോകാതെ ഞങ്ങൾ തിരിച്ചു പോന്നു.